വിശേഷം അധ്യായം 1 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 ആകെ എത്ര വാക്യങ്ങൾ? 51. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 ആദ്യത്തെ തലക്കെട്ട് വചനം മനുഷ്യനായി. ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? വചനം. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെ? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആരോടുകൂടെ ആയിരുന്നു? ദൈവത്തോടുകൂടെ. ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം എന്തു തന്നെയായിരുന്നു? ദൈവമായിരുന്നു. ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. പൂരിപ്പിക്കുക. വചനം. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആരിലൂടെ? വചനത്തിലൂടെ. യോഹന്നാൻ 1:3 പ്രകാരം വചനത്തിലൂടെ ഉണ്ടായത് എന്ത്? സമസ്തവും. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആരെ കൂടാതെ? വചനത്തെ കൂടാതെ. ആരിലാണ് ജീവൻ ഉണ്ടായിരുന്നത്? വചനത്തിൽ. വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ ആരുടെ വെളിച്ചമായിരുന്നു? മനുഷ്യരുടെ. മനുഷ്യരുടെ വെളിച്ചമായിരുന്നത് എന്ത്? വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഏതിനെ? ആ വെളിച്ചത്തെ. യോഹന്നാൻ്റെ സുവിശേഷം 1:6 പ്രകാരം ദൈവം ആരെയാണ് അയച്ചത്? ഒരു മനുഷ്യനെ. ദൈവം അയച്ച മനുഷ്യൻ്റെ പേര് എന്തായിരുന്നു? യോഹന്നാൻ. യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് വന്നത്? സാക്ഷ്യത്തിനു വേണ്ടി. എന്തിന് സാക്ഷ്യം നൽകാനാണ് യോഹന്നാൻ വന്നത്? വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നതാര്? യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായി വന്നു. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും യോഹന്നാൻ 1:7 പ്രകാരം പൂരിപ്പിക്കുക. വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? യോഹന്നാനെ കുറിച്ച്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന എന്താണ് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത്? യഥാർത്ഥ വെളിച്ചം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം എവിടേക്കാണ് വരുന്നുണ്ടായിരുന്നത്? ലോകത്തിലേക്ക്. ലോകം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ആര് അവനെ അറിഞ്ഞില്ല? ലോകം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ എന്തിനാണ് കഴിവ് നൽകിയത്? ദൈവമക്കളാകാൻ. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ ഇച്ഛയിൽ നിന്നോ അല്ല. യോഹന്നാൻ 1:13 പ്രകാരം പൂരിപ്പിക്കുക. പുരുഷൻ്റെ. യോഹന്നാൻ 1:13 അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? വിശ്വാസികളെക്കുറിച്ച്. യോഹന്നാൻ 1:13 അവർ എന്ന് ഉപയോഗിച്ച് കാണുന്നത് ഏത് കയ്യെഴുത്ത് പ്രതിയിലാണ്? ഗ്രീക്ക്. യോഹന്നാൻ 1:13 അവർ എന്നത് ഏകവചനമായി ഉപയോഗിച്ച് കാണുന്ന കയ്യെഴുത്ത് പ്രതികൾ ഏതെല്ലാം? പ്രാചീനങ്ങളായ ചില ലത്തീൻ സുറിയാനി കയ്യെഴുത്ത് പ്രതികളിൽ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ നമ്മൾ ദർശിച്ചു. യോഹന്നാൻ 1:14 പ്രകാരം പൂരിപ്പിക്കുക. മഹത്വം. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ എന്താണ് നാം ദർശിച്ചത്? മഹത്വം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ആരെക്കുറിച്ച് പറഞ്ഞു? യോഹന്നാൻ യേശുവിനെ കുറിച്ച്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് യോഹന്നാൻ പറയാൻ കാരണമെന്ത്? എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം എന്ത് സ്വീകരിച്ചിരിക്കുന്നു? കൃപയ്ക്കുമേൽ കൃപ. എവിടെ നിന്നാണ് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നത്? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്. ആര് വഴിയാണ് നിയമം നൽകപ്പെട്ടത്? മോശ വഴി. കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? യേശുക്രിസ്തു വഴി. യേശുക്രിസ്തു വഴി ഉണ്ടായത് എന്ത്? കൃപയും സത്യവും. പിതാവിനെ വെളിപ്പെടുത്തിയത് ആര്? പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്നത് ആര്? ദൈവം തന്നെയായ ഏകജാതൻ. ദൈവം തന്നെയായ ഏകജാതൻ ആരുമായാണ് ഗാഢബന്ധം പുലർത്തുന്നത്? പിതാവുമായി. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 2-ാമത്തെ തലക്കെട്ട് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം.
നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ആരെയാണ് യോഹന്നാൻ്റെ അടുക്കൽ അയച്ചത്? പുരോഹിതന്മാരെയും ലേവ്യരെയും. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാൻ്റെ അടുക്കൽ അയച്ചത് എവിടെ നിന്ന്? ജെറുസലേമിൽ നിന്ന്. ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാൻ്റെ അടുക്കൽ അയച്ചത് ആര്? യഹൂദർ. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല, അവൻ അസദ്ധമായി പ്രഖ്യാപിച്ചു. ആര്? യോഹന്നാൻ. എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? ആര് ആരോട് ചോദിച്ചു? ജെറുസലേമിൽ നിന്ന് വന്ന പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാനോട്. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പ്രവചിച്ചത് ആര്? ഏശയ്യാ ദീർഘദർശി. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് എവിടെ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ എന്നാണ് യോഹന്നാൻ പറഞ്ഞത് മരുഭൂമിയിൽ. നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് അവർ ചോദിച്ചത്. സ്നാനം നൽകുന്നത് ആര് നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. നിങ്ങൾ അറിയാത്ത ഒരുവൻ. യോഹന്നാൻ 1:28 പ്രകാരം യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ജോർദാൻ്റെ അക്കരെ ബെഥാനിയായിൽ. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 തലക്കെട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ എന്താണ് പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? യോഹന്നാൻ യേശുവിനെ കുറിച്ച്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വചനഭാഗം എഴുതുക. യോഹന്നാൻ 1:29. എന്തിനു വേണ്ടിയാണ് ഞാൻ വന്ന് ജനത്താൽ സ്നാനം നൽകുന്നത് എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ആത്മാവ് പ്രാവിനെ പോലെ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? സ്വർഗത്തിൽ നിന്ന്. യോഹന്നാൻ അധ്യായം 1 തലക്കെട്ട് ആദ്യ ശിഷ്യന്മാർ. യോഹന്നാൻ അടുത്ത ദിവസം തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് എന്താണ് പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. വാക്യഭാഗം എഴുതുക. യോഹന്നാൻ 1:36. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ്റെ വാക്ക് കേട്ട് യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ എന്തു ചെയ്തു? യേശുവിനെ അനുഗമിച്ചു. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ആര് പറഞ്ഞത് കേട്ട്? യോഹന്നാൻ. യോഹന്നാൻ്റെ ശിഷ്യന്മാർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് യേശു എന്താണ് ചോദിച്ചത്? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ആര് ആരോട് ചോദിച്ചു? യേശു യോഹന്നാൻ്റെ ശിഷ്യന്മാരോട്. റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു. റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാര്? യോഹന്നാൻ്റെ ശിഷ്യന്മാർ. റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? വന്നു കാണുക. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ സമയം എത്ര ആയിരുന്നു? ഏകദേശം 10 മണിക്കൂർ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. ആര് പറഞ്ഞത് കേട്ടാണ് അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചത്? യോഹന്നാൻ. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തു. ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് ശിമയോനോട് പറഞ്ഞത് ആര്? സഹോദരനായ അന്ത്രയോസ്. ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആര്? അന്ത്രയോസ്. അന്ത്രയോസ് ആരെയാണ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? ശിമയോനെ. യോഹന്നാൻ 1:42 പ്രകാരം യേശു ശിമയോനെ നോക്കി എന്താണ് പറഞ്ഞത്? നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ എന്ന് നീ വിളിക്കപ്പെടും. കേപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ. ശിമയോൻ്റെ പിതാവ് യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 തലക്കെട്ട് പീലിപ്പോസും നഥാനയേലും. ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങിയ യേശു ആരെയാണ് കണ്ടത്? പീലിപ്പോസിനെ. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് എന്താണ് പറഞ്ഞത്? എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ബെത്സൈദയിൽ നിന്ന്. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണം ബെത്സൈദ. യേശുവിനെക്കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നു എന്നാണ് പീലിപ്പോസ് പറഞ്ഞത്? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്? യേശുവിനെ പറ്റി.
യോഹന്നാൻ 1:45 പ്രകാരം പീലിപ്പോസ് യേശുവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ജോസഫിൻ്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശു. യേശു എവിടെ നിന്നുള്ളവനാണ് എന്നാണ് പീലിപ്പോസ് പറഞ്ഞത്? നസ്രത്തിൽ നിന്ന്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ആരോട് ചോദിച്ചു? നഥാനയേൽ പീലിപ്പോസിനോട്. യോഹന്നാൻ 1:46 പ്രകാരം വന്നു കാണുക ആരോട് പറഞ്ഞു? പീലിപ്പോസ് നഥാനയേലിനോട്. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി എന്താണ് പറഞ്ഞത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ആരെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? യേശു നഥാനയേലിനെ പറ്റി. ആര് നിന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടു എന്നാണ് യേശു നഥാനയേലിനോട് പറഞ്ഞത്? പീലിപ്പോസ്. നീ എവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് യേശു നഥാനയേലിനോട് പറഞ്ഞത്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന് രാജാവാണ്. ആരെക്കുറിച്ച് പറഞ്ഞു? നഥാനയേൽ യേശുവിനെ കുറിച്ച്. യോഹന്നാൻ 1:49 പ്രകാരം നഥാനയേൽ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? റബ്ബി. യോഹന്നാൻ 1:51 പ്രകാരം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ കാണുമെന്ന് യേശു പറയുന്നത് എത്ര കാര്യങ്ങളാണ്? 3 കാര്യങ്ങൾ. യോഹന്നാൻ 1:1 സമാനമായ വചനഭാഗങ്ങൾ: ഉൽപ്പത്തി 1:1, യോഹന്നാൻ 17:5, 1 യോഹന്നാൻ 1:1, വെളിപാട് 19:13. യോഹന്നാൻ 1:3 സമാനമായ വചനഭാഗങ്ങൾ: 1 കോരിന്തോസ് 8:6, കൊളോസോസ് 1:16, ഹെബ്രായർ 1:2. യോഹന്നാൻ 1:4 സമാനമായ വചനഭാഗങ്ങൾ: യോഹന്നാൻ 5:26, യോഹന്നാൻ 11:25, യോഹന്നാൻ 14:6. യോഹന്നാൻ 1:8 സമാനമായ വചനഭാഗങ്ങൾ: പുറപ്പാട് 32:20, യോഹന്നാൻ 6:46, 1 യോഹന്നാൻ 4:12. യോഹന്നാൻ 1:23 സമാനമായ വചനഭാഗം: യെശയ്യാ 40:3. യോഹന്നാൻ 1:29 പാപം നീക്കുന്ന എന്നതിനെ എങ്ങനെയും വിവർത്തനം ചെയ്യാം: പാപം വഹിക്കുന്ന. യോഹന്നാൻ 1:29 സമാനമായ വചനഭാഗങ്ങൾ: യെശയ്യാ 53:6-7, യോഹന്നാൻ 1:36, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:32, 1 പത്രോസ് 1:19, വെളിപാട് 5:6. യോഹന്നാൻ 1:32 സമാനമായ വചനഭാഗങ്ങൾ: മത്തായി 3:16, മർക്കോസ് 1:10, ലൂക്ക 3:22. യോഹന്നാൻ 1:40-42 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ: മത്തായി 4:18-22, മർക്കോസ് 1:16-20, ലൂക്ക 5:2-11. യോഹന്നാൻ 1:45 സമാനമായ വചനഭാഗങ്ങൾ: നിയമാവർത്തനം 18:18, യെശയ്യാ 7:14, യെശയ്യാ 9:6, എസെക്കിയേൽ 34:23. യോഹന്നാൻ 1:49 സമാനമായ വചനഭാഗങ്ങൾ: സങ്കീർത്തനം 2:7, മർക്കോസ് 15:32, യോഹന്നാൻ 12:13. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 1 എത്ര തലക്കെട്ടുകൾ ആകെയുണ്ട്? 5. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം മറ്റേതെല്ലാം സുവിശേഷങ്ങളിൽ കാണുന്നു? മത്തായി 3:1-12, മർക്കോസ് 1:2-8, ലൂക്ക 3:1-9, 15-17.